അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ വന്നിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ചേരുവകൾ കൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ ഉപ്പും വെള്ളമൊന്നും ഇതിൽ ഞാൻ കണക്ക് കൂട്ടുന്നില്ല. നിങ്ങൾ വിചാരിക്കും പിന്നെ 2 ചേരുവ എന്ന് പറഞ്ഞിട്ട് ഇതിൽ അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്ന്. അപ്പോൾ അതിനായിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. കപ്പ് അരിപ്പൊടി കൊണ്ട് നല്ലൊരു സ്നാക്കാണ് ഇവിടെ ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ പത്തിരി ഉണ്ടാക്കുന്ന പൊടി ഉണ്ടല്ലോ, ഇടിയപ്പം പത്തിരി എന്നിവ ഉണ്ടാക്കുന്ന നെയ്സ് പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത്, പച്ചരിപ്പൊടി. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് ഇട്ടിട്ട് മാറ്റി വെക്കാം. പാനിലോട്ട് നമുക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എത്രയാണോ പൊടി എടുത്തിട്ടുള്ളത് അത്രയാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പം ഞാൻ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 സ്പൂൺ മാത്രം തൈര് ഒഴിച്ച് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഒരു ചെറിയ 1/4 ടീസ്പൂണ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. എന്നിട്ട് നല്ലവണ്ണം ഇതൊന്ന് തിളക്കാൻ അനുവദിക്കാം. ഇരുന്നുണ്ട്. ഈ സമയം തീ ഒന്ന് കുറച്ച് കൊടുക്കുക. ഒന്നും കൂടി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്നില്ല അരിപ്പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് തട്ടിക്കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ മിക്സാക്കി എടുക്കുക. എന്നിട്ടൊരു പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഡോ ആയിട്ട് മാറി കിട്ടുന്നതാണ്. ഇപ്പോൾ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് ഇതിനെ മാറ്റിയാൽ. ഇതിലോട്ട് എരിവിനായിട്ട് ചതച്ച മുളക് 1 ടീസ്പൂൺ വരെ ചേർക്കുന്നുണ്ട്. അതേപോലെ കുറച്ച് മല്ലിയില കുഞ്ഞായിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്താലും മതി. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ കുഞ്ഞു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. കൈ കൊണ്ടോ എല്ലാം ഗ്രേറ്റർ കൊണ്ടോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി ഉരുളക്കിഴങ്ങിനെ. എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ചേർക്കുന്നുള്ളത് 1 ടീസ്പൂൺ ചാറ്റ് മസാലയാണ്. ഇതും കൂടി ചേർക്കുക. വേറെ മസാലകളോ ഒന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി പെട്ടെന്ന് തന്നെ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നല്ലവണ്ണം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഡോ ആക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. അതിനായിട്ട് നമുക്ക് ഈ കൗണ്ടർ ടോപ്പിലോട്ട് കുറച്ച് ഗോതമ്പിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. ഇന്ന് നേരെ പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് പരത്തിയെടുക്കണം. റോളർ കൊണ്ട് ഒന്ന് അധികം നേരിയതോ ഒന്ന് കട്ടിയിലല്ലാതെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇപ്പോൾ പരത്തി എടുത്തിട്ടുണ്ട്. ഇത്രയും തിക്കിൽ വേണം പരത്തി എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ആക്കാൻ ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കുക. കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. നിങ്ങളുടെ പൊടിക്കനുസരിച്ചിട്ട് വേണം വെള്ളം എടുക്കാൻ. ചില പൊടികൾക്ക് ഇത്ര വെള്ളം വേണമെന്നുണ്ടാവില്ല. അപ്പോൾ അതനുസരിച്ചിട്ട് പച്ചരിപ്പൊടിൻ്റെ അനുസരിച്ചിട്ട് വെള്ളം എടുത്താൽ മതി. എല്ലാം കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ ലൂസാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് 1 സ്പൂൺ മാത്രം ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ 4 സൈഡും ഇതേപോലെ നല്ലവണ്ണം കട്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഞ്ഞു സ്ക്വയറാക്കിയിട്ട് മാറ്റണം. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കെച്ചപ്പ് എടുക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഒരു ഫോർക്ക് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഡിസൈൻ ആക്കി കൊടുത്താൽ മതി. നിർബന്ധമൊന്നുമില്ല, കാണാൻ നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നാൽ കെച്ചപ്പ് ആണല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഒരു സൈഡ് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. ബാക്കിയുള്ളതും കൂടി എല്ലാം ചെയ്തെടുത്തിട്ട് വരാം. കൂടുതൽ കാണിച്ചിട്ട് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് നല്ലവണ്ണം ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്ന് വീതം ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം കൂടി ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാവുന്നതാണ്. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ കുട്ടികൾക്കായിട്ട് തീർച്ചയായും ഇഷ്ടപ്പെടും ഇതിൻ്റെ ഡിസൈൻ കാണുമ്പോൾ. പിന്നെ നിങ്ങൾക്കൊരു ഗസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കാതെ പോവില്ല. അങ്ങനെ ഇപ്പോൾ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. ആദ്യമായിട്ടാണോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു ലൈക്കും തരാൻ മറക്കരുത് കേട്ടോ.